യു ഷൈജു വീണ്ടും ചേരുന്നുണ്ട്. ഷൈജു, ഇപ്പോൾ എങ്ങനെയാണ് പരിശോധന പുരോഗമിക്കുന്നത്? പോലീസിൽ നിന്നും എന്തെങ്കിലും പുതിയ കാര്യങ്ങൾ അറിയാൻ സാധിച്ചോ? പുതിയ കാര്യങ്ങൾ അറിയാൻ സാധിക്കുന്നില്ല. പോലീസിനെ സംബന്ധിച്ചിടത്തോളം നടപടിക്രമങ്ങളാണ്. കാരണം പോലീസിന് കിട്ടിയ വിവരങ്ങൾ ഏറെക്കുറെ ശരിവെക്കുന്നു എന്നാണ് പോലീസ് ഈ അന്വേഷണത്തിലേക്ക് കടക്കുമ്പോൾ മനസ്സിലാകുന്നത്. ഈ മൃതദേഹം പുറത്തെടുത്ത് നടപടിക്രമങ്ങളിലേക്ക് കടന്നത്, അതോടൊപ്പം തന്നെ ഈ ബെന്നിയെ വിശദമായി ചോദ്യം ചെയ്യുകയും ചെയ്ത അടിസ്ഥാനത്തിൽ മാത്രമേ കൂടുതൽ വിവരങ്ങൾ പറയാൻ കഴിയൂ എന്നാണ്. അല്പസമയത്തിനകം പോലീസ് മാധ്യമങ്ങളോട് സംസാരിക്കും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആ ഒരു പ്രതീക്ഷയിലാണ് നമ്മളിപ്പോൾ ഇവിടെ ഉള്ളത്. ഏതായാലും പോലീസ് അവരുടെ നടപടിക്രമങ്ങൾ ആണ് ഇപ്പോൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. ആ നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കുക, അതോടൊപ്പം തന്നെ ബെന്നിയെ വിശദമായി ചോദ്യം ചെയ്യുക, എങ്കിൽ മാത്രമാണ് വിശദാംശങ്ങളിലേക്ക് എത്താൻ കഴിയുമെന്നാണ് നമുക്ക് പറയാൻ കഴിയുക. പരിഷ ഷൈജു, അതായത് പോലീസ് എന്തെങ്കിലും കൂടുതൽ സംശയങ്ങളൊക്കെ പ്രകടിപ്പിക്കുന്നുണ്ട്? അതായത് കൂടുതൽ പേർക്ക് ഈ കൊലപാതകത്തിൽ പങ്കുണ്ട് എന്നുള്ള തരത്തിലൊക്കെ പോലീസിന് എന്തെങ്കിലും സംശയമുണ്ടോ? അത്തരത്തിൽ എന്തെങ്കിലും കാര്യങ്ങൾ ഈ സഹോദരന്റെ കയ്യിൽ നിന്ന് ലഭിച്ചോ വിവരങ്ങൾ? പരിഷ, അതായത് പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഈ വലിയ സംശയം തോന്നുന്ന അവസരത്തിലാണ് കസ്റ്റഡിയിൽ എടുക്കുന്നത്. കസ്റ്റഡിയിൽ എടുക്കുക അദ്ദേഹത്തിന് കിട്ടിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിന് ഏതെങ്കിലും തരത്തിൽ പോലീസിന് കൂടുതൽ വിവരം ലഭിച്ചോ എന്ന സംബന്ധിച്ച വ്യക്തത വരേണ്ടതുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണോ വിശദമായ ഇപ്പോഴത്തുള്ള ഈ പരിശോധന അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടക്കുക എന്ന് നമുക്ക് അറിയാൻ കഴിയുന്നില്ല. ഏതായാലും അല്പസമയത്തിനൊക്കെ പോലീസ് കാര്യങ്ങൾ വിശദീകരിക്കും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും പോലീസിന്റെ തുടക്കത്തിലുള്ള ഒരു നിഗമനം ശരിവെക്കുന്ന തരത്തിലാണ് ഇപ്പോൾ മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നതെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ ബെന്നിയെ കുറിച്ച് പറയുകയാണെങ്കിൽ, ബെന്നിക്ക് ഇതിനു മുൻപ് എന്തെങ്കിലും ക്രിമിനൽ പശ്ചാത്തലം ഉണ്ടായിട്ടുണ്ടോ ഷൈജു? അത്തരത്തിലുള്ള ഒരു ക്രിമിനൽ പശ്ചാത്തലമോ മുൻ കേസുകൾ ഏതെങ്കിലും തരത്തിലുള്ള പ്രതികൾ അത് സംബന്ധിച്ച ഒരു വ്യക്തത നമുക്ക് ഇപ്പോൾ ലഭിച്ചിട്ടില്ല. ഏത് അടിസ്ഥാനത്തിലാണ്, എന്ത് ആവശ്യത്തിനാണ് ഈ കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നടക്കമുള്ള കാര്യങ്ങൾ പോലീസ് പറഞ്ഞെങ്കിൽ മാത്രമാണ് നമുക്ക് കാര്യങ്ങൾ പറയാൻ കഴിയുന്നത്. മുൻകാല ബന്ധങ്ങളോ അത്തരം ക്രിമിനൽ പശ്ചാത്തലമോ ഉള്ളതായി ഒരു വ്യക്തത ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നില്ല. ഈ ആലപ്പുഴയിൽ 60-കാരിയെ കൊന്ന് കുഴിച്ചിട്ടിരിക്കുന്നു. സഹോദരനായിട്ടുള്ള ബെന്നി പോലീസ് കസ്റ്റഡിയിലാണ്. ഇപ്പോൾ ബെന്നിയിൽ നിന്ന് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് ഈ വീടിന് സമീപം മൃതദേഹം കുഴിച്ചിട്ടു എന്ന് പറയുന്ന സ്ഥലത്ത് പരിശോധന നടത്തുകയും ഒപ്പം മൃതദേഹം കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. ദിവസങ്ങളുടെ പഴക്കമുണ്ട് മൃതദേഹത്തിന് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. 18-ാം തീയതി, ഈ മാസം 18-ാം തീയതി മുതൽ റോസമ്മയെ കാണാതായി എന്നുള്ളൊരു പരാതിയും പോലീസിൽ ലഭിച്ചിരുന്നു. പോലീസുണ്ടോ അവിടെ? ഞാൻ നോക്കാം. ഞാൻ എല്ലാവരും ഉണ്ട്. ഇപ്പൊ ബൈക്ക് എടുത്താലും എവിടെയാന്ന് പറയാം. അല്പം തന്നെ മണ്ണിലേക്കിപ്പോൾ തന്നെ നോക്കിയപ്പോൾ തന്നെ കണ്ടെത്തി
എവിടെയാന്ന് പറയാം അല്പം തന്നെ മണ്ണിലേക്കിപ്പോൾ തന്നെ നോക്കിയപ്പോൾ തന്നെ കണ്ടെത്തി അദ്ദേഹം എവിടെയാന്ന് പറയാം അല്പം തന്നെ മണ്ണിലേക്കിപ്പോൾ തന്നെ നോക്കിയപ്പോൾ തന്നെ കണ്ടെത്തി അദ്ദേഹം എവിടെയാന്ന് പറയാം അല്പം തന്നെ മണ്ണിലേക്കിപ്പോൾ തന്നെ നോക്കിയപ്പോൾ തന്നെ കണ്ടെത്തി അദ്ദേഹം എവിടെയാന്ന് പറയാം അല്പം തന്നെ മണ്ണിലേക്കിപ്പോൾ തന്നെ നോക്കിയപ്പോൾ തന്നെ കണ്ടെത്തി ആലപ്പുഴ ചെട്ടിക്കാട് 60-കാരിയെ കൊന്നു കുഴിച്ചിട്ട സംഭവത്തിലാണ് ഇപ്പോൾ മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നത്. ചെട്ടിക്കാട് സ്വദേശി റോസമ്മയാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. തന്റെ സഹോദരിയെ കൊന്നു കുഴിച്ചുമൂടി എന്നുള്ള വിവരം സഹോദരൻ ബെന്നി തന്നെയാണ് നാട്ടുകാരോടൊക്കെ പറഞ്ഞിരുന്നത്. അങ്ങനെയാണ് പോലീസ് ഈ വിവരം അറിയുന്നതും ഒപ്പം തന്നെ ബെന്നിയെ കസ്റ്റഡിയിലെടുത്ത് പോലീസ് ചോദ്യം ചെയ്തു. അപ്പോൾ കൂടുതൽ വിവരങ്ങൾ ലഭിച്ചു. വീടിന് സമീപത്ത് തന്നെയായിരുന്നു ഈ മൃതദേഹം കുഴിച്ചിട്ടിരുന്നത്. പോലീസ് അവിടെ എത്തി പരിശോധനകൾ നടത്തി അവസാനം മൃതദേഹം കണ്ടെടുക്കുകയായിരുന്നു. ഇനി എന്തിനാണ് ഈ കൊലപാതകം നടത്തിയത്, ഒപ്പം തന്നെ ഇതിൽ ഈ കൊലപാതകത്തിൽ മറ്റാർക്കെങ്കിലും പങ്കുണ്ടോ എന്നുള്ള കാര്യങ്ങളടക്കം അറിയേണ്ടതുണ്ട്. ആ കാര്യങ്ങളെല്ലാം നമുക്ക് വരും മണിക്കൂറുകളിൽ മാത്രമാണ് വിശദമായിട്ടുള്ള വിവരങ്ങൾ ലഭ്യമാവുക. എന്തായാലും നിരവധി പേർ ഈ വീടിന് സമീപത്ത് ഇപ്പോൾ തടിച്ചുകൊണ്ടിരിക്കുന്ന ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. പോലീസ് നിലവിൽ വീട്ടിലാണ് ഉള്ളത്. പരിശോധനകൾ തുടരുകയാണ്.